ബ്രഹ്മം വിദ്യ ഗീത അധ്യായം 4 ശ്ലോകം 6 പരമാർത്ഥിക് അർത്ഥം അതായത് ഞാൻ ജനിക്കാത്തതും നശിപ്പിക്കാനാവാത്തതുമായ ആത്മാവാണെങ്കിലും എല്ലാ മഹാഭൂതങ്ങളുടെയും മഹാഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരങ്ങളുടെയും ദൈവം ഞാനാണ്. പ്രകൃതിയുടെ സ്വയംപര്യാപ്തതയാണ് ഞാൻ, അതായത് പ്രകൃതി ഉദ്ഭവിച്ചത് എന്റെ സൃഷ്ടിപരമായ യോഗമായ ശക്തിയിലൂടെ ഞാൻ ഈ ലോകത്ത് സ്വയം പ്രത്യക്ഷപ്പെടുകയോ അവതാരമെടുക്കുകയോ ചെയ്യുന്നു. എല്ലാ മഹാഭൂതങ്ങളുടെയും മഹാഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരങ്ങളുടെയും ദൈവം ഞാനാണെന്ന് ദൈവം പറയുന്നു. അതായത് ഇവയെല്ലാം സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും നശിപ്പിക്കുന്നതും ഞാനാണ്. ഒരിക്കൽ ഒരു കുട്ടി വീട്ടിൽ മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ തള്ളവിരൽ ഒരു കനത്ത മരത്തടിയിൽ പെട്ടപ്പോൾ തള്ളവിരലിന്റെ നഖം കഠിനമായി അമർത്തിയാൽ വേർപെട്ടു. അടുത്തുനിന്ന അച്ഛൻ അവനെ ശകാരിച്ചു, നഖം കൊണ്ടാണ് തള്ളവിരൽ രക്ഷപ്പെട്ടത്, ശ്രദ്ധയോടെ പണിയെടുക്കൂ, അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് പരിക്കേൽക്കും എന്ന് പറഞ്ഞു. ആണി കൊണ്ടാണ് തള്ളവിരൽ രക്ഷപ്പെട്ടതെന്ന് കുട്ടിക്ക് തോന്നി. പിറ്റേന്ന് ബാൻഡേജ് ഇട്ടതിനുശേഷം അവൻ സ്കൂളിൽ പോയി. നഖം കൊണ്ടാണ് തള്ളവിരൽ രക്ഷപ്പെട്ടതെന്ന് ടീച്ചർ ചോദിച്ചു. നഖങ്ങൾ കഠിനവും വഴക്കമുള്ളതുമാണെന്നും പെട്ടെന്നുള്ള സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അവ പടർന്ന് മുഴുവൻ ഭാരവും വിതരണം ചെയ്യുമെന്നും തള്ളവിരലിന് വലിയ ദോഷം വരുത്താതെ രക്ഷിക്കുമെന്നും ടീച്ചർ പറഞ്ഞു. ഈ നഖങ്ങൾ എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കുട്ടി ചോദിച്ചു. അവ അസ്ഥികളല്ലേ? നമ്മുടെ മുടി എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ശരീരം എന്ത് ഉണ്ടാക്കിയാലും ശരീരത്തിന് മാത്രമേ അറിയൂ എന്ന് ടീച്ചർ പറഞ്ഞു. കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. നഖങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല, ഇനി എങ്ങനെ നഖങ്ങൾ ഉണ്ടാക്കുമെന്ന് ടീച്ചർ ചോദിച്ചു. വിഷമിക്കേണ്ട, ശരീരം സ്വയം നഖങ്ങൾ ഉണ്ടാക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. ശരീരത്തിന് ഇത്രയും അറിവുണ്ടോ എന്ന് കുട്ടി വളരെ അത്ഭുതപ്പെട്ടു. എനിക്ക് പോലും ഇല്ലാത്തത്. ശരീരത്തിന് എന്നെക്കാൾ അറിവുണ്ടോ? വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോടും ഇതേ കാര്യം ചോദിച്ചു. അമ്മ പറഞ്ഞു, ദൈവം നമ്മുടെ എല്ലാ ശരീരങ്ങളിലും വസിക്കുന്നു, ഒരു മെക്കാനിക്കിനെപ്പോലെ അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടിക്ക് കൂടുതൽ അത്ഭുതം തോന്നി. വളരെ തടിച്ച ഒരു മെക്കാനിക്ക് അമ്മാവൻ അവരുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നു. ആ അമ്മാവൻ എങ്ങനെ എന്റെ ശരീരത്തിനുള്ളിൽ ജീവിക്കാൻ കഴിയും? തത്വജ്ഞാനിന്റെ കാര്യം, ഓരോ ശരീരത്തിലും, ഏത് ജീവിയാണെങ്കിലും, ഏത് ജീവിയിലും, ഏത് ജീവിയിലും, ഏത് ജീവിയിലും, ഏത് ഗ്രഹത്തിലും, ഏത് പ്രപഞ്ചത്തിലെ ഉപഗ്രഹത്തിലും 2 ബോധമുള്ള മൂലകങ്ങളുണ്ട്. ഇവയെ 2 പക്ഷികൾ എന്നും വിളിക്കുന്നു. ആദ്യം വന്ന ബോധമുള്ള മൂലകം അല്ലെങ്കിൽ പക്ഷി ദൈവം. അത് ആദ്യം വന്നു എന്നതിനർത്ഥം ശരീരം നിലവിലില്ലാത്തപ്പോൾ പിന്നെ ദൈവം ആറ്റങ്ങളെ സംയോജിപ്പിച്ച് ഒരു പൂർണ്ണ പദ്ധതി പൂർത്തിയാക്കി ഈ ശരീരത്തെ സൃഷ്ടിച്ചു. രണ്ടാമത്തെ ബോധമുള്ള മൂലകം അല്ലെങ്കിൽ പക്ഷി ജീവിയാണ്, അതായത് ആത്മാവ്. അത് ദൈവം നിർമ്മിച്ച നിർജീവ ശരീരത്തെ ജീവിപ്പിക്കുന്നു. ആദ്യത്തെ ബോധമുള്ള മൂലകം ദൈവം മുഴുവൻ പ്രപഞ്ചത്തിലും സർവ്വവ്യാപിയാണ്. അവൻ ഈ ശരീരങ്ങളുടെയെല്ലാം സ്രഷ്ടാവും പരിപാലകനും സംഹാരകനുമാണ്. ഇത് ജീവിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പും ജീവിയുടെ ശരീരം വിട്ടതിനുശേഷവും ഈ ശരീരത്തെ വ്യത്യസ്ത ഘടകങ്ങളായി വിഭജിക്കുകയും 5 മൂലകങ്ങളെയും അവയുടെ മഹാമൂലകങ്ങളിൽ കലർത്തുകയും ചെയ്യുന്നു. ഒരിക്കൽ മാതാ പാർവതി മഹാദേവ് ജിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഈ അനന്തമായ സൃഷ്ടിയിലും അനന്തമായ ഗ്രഹങ്ങളിലും അനന്തമായ പ്രപഞ്ചങ്ങളിലെ അനന്തമായ ഉപഗ്രഹങ്ങളിലും അവയിലെ അനന്തമായ ജീവജാലങ്ങളിലും ദൈവം എല്ലായിടത്തുമുണ്ട്. അവൻ എല്ലാവരുടെയും ശരീരങ്ങളെ സൃഷ്ടിക്കുകയും പരിപോഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം ഇത് എങ്ങനെ ചെയ്യുന്നു? രാമചരിത മനസ്സിന്റെ ആരണ്യകാണ്ഡത്തിൽ മഹാദേവ് ജി ഈ ദിവ്യമായ നിഗൂഢമായ അറിവ് മാതാ പാർവതി ജിയോട് ആംഗ്യങ്ങളിലൂടെ പറയുന്നു. ഉമാ കഹുൻ മേൻ അനുഭവ് അപ്ന സത്യഹരി ഭജൻ ജഗത് സബ് സപ്ന. അതായത്, ഉമാ, എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ലോകത്ത് ദൈവത്തിന്റെ നാമം മാത്രമാണ് സത്യം. ഈ ലോകം വെറും ഒരു സ്വപ്നം മാത്രമാണ്. മഹാദേവ് ജി ഈ ലോകത്ത് ദൈവത്തെ സത്യം എന്ന് വിളിച്ചില്ല, ദൈവത്തിന്റെ നാമത്തെ സത്യം എന്ന് വിളിച്ചു. ഈ ലോകത്തെ ഒരു സ്വപ്നം എന്ന് വിളിച്ചു. ഈ പ്രപഞ്ചം ദൈവത്തിന്റെ ഇച്ഛാശക്തിയാൽ, ദൈവത്തിന്റെ ധ്യാനത്താൽ, ദൈവത്തിന്റെ ഇച്ഛാശക്തിക്കുള്ളിൽ സൃഷ്ടിക്കപ്പെടുകയും പ്രകടമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് മഹാദേവ് ജിക്ക് പൂർണ്ണമായ അറിവുണ്ട്. ഒരു മനുഷ്യൻ ഏതെങ്കിലും പദ്ധതിയെക്കുറിച്ചോ ആശയത്തെക്കുറിച്ചോ കഥയെക്കുറിച്ചോ ചിന്തിക്കുകയും അത് ഒരു സിനിമ പോലെ തന്റെ മനസ്സിൽ കാണുകയും ചെയ്യുന്നതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ മായാൽ ദൈവഹിതത്തിൽ പൂർണ്ണബോധമുള്ള ദൈവത്തിന്റെ രജോഗുണഭാവത്തിന്റെ ചലനത്താൽ പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദൈവത്തിൽ നിന്ന് വേറിട്ടതും ദൈവഹിതത്തിൽ നിന്ന് വേറിട്ടതും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലില്ലാത്തതുമായ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതായത് ഈ പ്രപഞ്ചം ബോധത്തിന്റെ യഥാർത്ഥ രൂപവും ദൈവത്തിന്റെ രജോഗുണഭാഗവുമാണ്. ഒരു മനുഷ്യന്റെ ഭാവനയിൽ ഒരു പദ്ധതിയോ കഥയോ സൃഷ്ടിക്കപ്പെടുന്നതുപോലെ ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അത് അവൻ തന്റെ മനസ്സിൽ കാണുന്നു. അവൻ മറ്റെവിടെയെങ്കിലും ചിന്തിക്കുന്നത് നിർത്തുമ്പോഴോ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴോ ആ മനുഷ്യന്റെ മനസ്സിന്റെ ആ പ്രപഞ്ചം ആ മനുഷ്യന്റെ മനസ്സിൽ തന്നെ ലയിക്കുകയോ ചെയ്യുമ്പോൾ
അത് പുറത്തേക്ക് എവിടേക്കും പോകുന്നില്ല. ആ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ ഭൗതികവും ഉപകരണവുമായ കാരണം ആ മനുഷ്യനാണ്. ആ മനുഷ്യനിലും അവന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിലും ആ മനുഷ്യനാണ് സത്യവും ആ ലോകം വ്യാജവുമാണ്. ആ മനുഷ്യൻ തന്നെ ആ ലോകത്തിലല്ല, പക്ഷേ ആ ലോകം ആ മനുഷ്യന്റെ ഉള്ളിലാണ്. അതായത് ആ മനസ്സിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ ആ മനുഷ്യനെ സത് എന്ന് വിളിക്കുന്നു, കാരണം ഈ ലോകം തന്റെ മനസ്സിനുള്ളിലാണെന്ന് ആ മനുഷ്യന് അറിയാം, പക്ഷേ ബാക്കിയുള്ള ലോകം വെറും ഒരു ഭാവനയോ സ്വപ്നമോ മാത്രമാണ്. അതുപോലെ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച് വളർത്തി നശിപ്പിക്കുന്നു. ഇനി ഈ ലോകത്ത് ദൈവത്തേക്കാൾ ശക്തനും അറിവുള്ളവനും മഹത്വമുള്ളവനും പണ്ഡിതനുമാകാൻ ആർക്കെങ്കിലും കഴിയുമോ? ദൈവം ചിന്തിക്കണം, ഈ ലോകം പ്രത്യക്ഷപ്പെടുന്നു. അവൻ ചിന്തിക്കണം, ഈ ലോകം ശക്തരായ സൃഷ്ടികളാൽ നിറയുന്നു. ചിന്തിക്കുന്നതിലൂടെ എല്ലാ ജീവികളും, അതായത് ഭൂതങ്ങൾ, മനുഷ്യർ, ദേവന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ, ജലജീവികൾ മുതലായവയെല്ലാം നശിപ്പിക്കപ്പെടുന്നു. സത്യഹരി ഭജൻ, ജഗത് സബ് സ്വപ്ന എന്നിവയെല്ലാം നശിപ്പിക്കപ്പെടുന്നുവെന്ന് മഹാദേവ് ജി പാർവതിജിയോട് ആംഗ്യങ്ങളിലൂടെ വിശദീകരിച്ചു. ഈ പ്രപഞ്ചത്തിൽ മഹാഭൂതവും മഹാമൂലകങ്ങളും, മഹാഭൂതത്താൽ മഹാമൂലകങ്ങൾ, നിർമ്മിതമായ ശരീരങ്ങളും ഏതൊക്കെയുണ്ടോ അവയെല്ലാം ഞാൻ അവയുടെ ദൈവമാണെന്ന് ദൈവം പറയുന്നു. ഇതിനർത്ഥം ഈ പ്രപഞ്ചം എന്റെ ഇച്ഛയാൽ, എന്റെ ഇച്ഛയ്ക്കുള്ളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ്. ഞാൻ അതിന്റെ ഭൗതികവും ഉപകരണവുമായ കാരണമാണ്. അതായത് ഏതൊക്കെ അചേതന ഘടകങ്ങളാണോ അവ എന്റെ അചേതനമായ മായയുടെ നിർജീവമായ മായ ഭാഗമാണ്. കൂടാതെ ഈ ശരീരങ്ങൾ 5 മഹാഭൂതങ്ങളാൽ, മഹാമൂലകങ്ങൾ, നിർമ്മിതമായ ഏതൊരു ബോധശക്തിയും, ഏതൊക്കെ ബോധമൂലകങ്ങളാൽ അവ ജീവനുള്ളതോ ആയി കാണപ്പെടുന്നുവോ അതും ഞാൻ തന്നെയാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ വാസസ്ഥലമാണ്. ഞാൻ അധ്യായങ്ങളുടെ രൂപവുമാണ്. അതായത് സ്വപ്നം കാണുന്നത് ഞാനാണ്, സ്വപ്നത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്റേതാണ്. ഞാൻ ഈ സ്വപ്നത്തിന്റെ ബോധമാണ്. ജീവശരീരങ്ങളും ഞാനാണ്. അതായത് ഞാൻ സർവ്വവ്യാപിയും സർവശക്തനും സർവജ്ഞനുമാണ്. കൂടാതെ എന്റെ സൃഷ്ടിപരമായ ശക്തിയായ യോഗമായ ആത്മീയശക്തി വഴി ഞാൻ ഈ ലോകത്ത് സ്വയം പ്രത്യക്ഷപ്പെടുകയോ അവതാരമെടുക്കുകയോ ചെയ്യുന്നുവെന്ന് ദൈവം പറയുന്നു. ദൈവം പറയുന്നത്, ഞാൻ ലോകത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ സ്വന്തം രൂപവും ശരീരവും എന്റെ യോഗമായ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നു എന്നാണ്. അതായത് ജീവജാലങ്ങളുടെ സൃഷ്ടിയും ദൈവത്തിന്റെ സൃഷ്ടിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഒരു ഉപമയുണ്ട്. ഒരിക്കൽ ഒരു കുട്ടി ഒരു ധീരനായ പട്ടാളക്കാരന്റെ കഥ വായിച്ചപ്പോൾ താൻ ഒരു പട്ടാളക്കാരനാണെങ്കിൽ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. നിരവധി ശത്രുക്കൾ കൈകളിൽ നിരവധി വാളുകളും കുന്തങ്ങളുമായി വരുന്നുണ്ടെന്നും സഹസൈനികർ അവരോട് വളരെ ധീരമായി പോരാടുന്നുണ്ടെന്നും അയാൾ കരുതി. എന്നാൽ ശത്രു വളരെ ശക്തനായിരുന്നു. അപ്പോൾ ആ കുട്ടി ഒരു പട്ടാളക്കാരനായി വന്ന് ഒരു നീണ്ട വടി എടുത്ത് എല്ലാ ശത്രുക്കളെയും അടിച്ച് അവിടെ നിന്ന് ഓടിച്ചു. ഇനി തത്വപ്രശ്നത്തിൽ നമുക്ക് അല്പം ശ്രദ്ധിക്കാം. കുട്ടിയുടെ മനസ്സ് ഒരു ലോകം സൃഷ്ടിച്ചു. 2 തരം ബോധമുള്ള ശരീരങ്ങളുണ്ടായിരുന്നു. ഒന്ന് അവൻ തന്നെയായിരുന്നു, മറ്റൊന്ന് സൈനികരായിരുന്നു. രണ്ടും കൂട്ടാളികളും ശത്രുക്കളും. സ്വയം ആയിരിക്കുന്നവനെ സ്വാൻഷ് എന്നും മറ്റ് 2 പേരെ വിഭേനാൻഷ് എന്നും വിളിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നവനാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും സ്വാൻഷിന് മാത്രമേ അറിയൂ. എന്താണ് സംഭവിക്കുന്നത് എന്നത് എന്റെ ഭാവന മാത്രമാണ്. ബാക്കിയുള്ള ശത്രുക്കളും കൂട്ടാളികളും കുട്ടി ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുന്നു, സ്വന്തം കൂട്ടാളികൾ ശത്രുക്കളാൽ പരാജയപ്പെടുന്നതുപോലെ. ദൈവത്തിന്റെ സൃഷ്ടിയിലും 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് അവൻ തന്നെ ഒരു അവതാര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, രണ്ടാമത്തേത് ബാക്കിയുള്ള ജീവജാലങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, അസുരന്മാർ, മനുഷ്യർ, ദേവന്മാർ, ഗന്ധർവന്മാർ തുടങ്ങി എല്ലാത്തരം ജീവജാലങ്ങളും, ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്ന ഏതൊരു ജീവിയും, ഗ്രഹങ്ങൾ മുതലായവ. ജീവികൾ അവയുടെ ആത്മാവ്, അതായത് സൂക്ഷ്മ ശരീരം, മഹാതത്വമാണ്, അതായത് ബ്രഹ്മാവിന്റെ ഭാഗമാണ്. ജീവിയുടെ ബുദ്ധി, ബോധം, മനസ്സ് തുടങ്ങിയ മൂലകങ്ങളുടെ മേൽ അവൻ അവകാശമുണ്ട്. എന്നാൽ ദൈവം തന്നെ വരുമ്പോൾ ആ ബോധമുള്ള മൂലകം ബ്രഹ്മാവിന്റെ ഭാഗമല്ല, അത് ദൈവത്തിന്റെ സ്വന്തം ഭാഗമാണ്. കൂടാതെ മായ മൂലകം, അജ്ഞതയുടെ രൂപത്തിലുള്ള മായ, അതിൽ നിന്നാണ് വ്യത്യസ്ത ഭാഗങ്ങളുടെ ശരീരങ്ങൾ രൂപപ്പെടുന്നത്. ദൈവത്തിന്റെ ശരീരം മായയിൽ നിന്ന് അറിവിന്റെ രൂപത്തിൽ രൂപം കൊള്ളുന്നു, അതായത് സദ്ഗുണഭാഗം മായയെ ആധിപത്യം സ്ഥാപിക്കുന്നു. കൂടാതെ എല്ലാ ശക്തികളെയും അറിവിനെയും തന്നിൽ തന്നെ ഉൾക്കൊള്ളാൻ അവൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണജി അവതാരമെടുത്തപ്പോൾ ബ്രഹ്മാവിന് അത് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മകനും നാരായണജിയുടെ ഭക്തനുമായ നാരദ്ജി ഗോകുലത്തിന്റെ വെണ്ണ മോഷ്ടാവ് ഭഗവാൻ നാരായണൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചില്ല. എന്നാൽ നാരദ്ജിക്ക് കള്ളം പറയാൻ കഴിയില്ലെന്ന് ബ്രഹ്മാവിന് നന്നായി അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം തന്നെ കൃഷ്ണജിയെ പരീക്ഷിക്കാൻ വന്നു. ദൈവത്തിന്റെ രഹസ്യ സൂചനകൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ കൃഷ്ണജിക്ക് തന്റെ മായാവതിയുടെ രൂപം കാണിക്കേണ്ടി വന്നു. 4 പകലും 4 രാത്രിയും കൃഷ്ണൻ മാത്രമാണ് ഗോകുലത്തിൽ ഗോപാലൻ, പശു, പക്ഷി എന്നിങ്ങനെ താമസിച്ചത്.
ആ ദിവസങ്ങളിൽ നടന്ന എല്ലാ വിവാഹങ്ങളിലും കൃഷ്ണൻ വരനും കൃഷ്ണൻ ഭരതിയും ആയിരുന്നു. 4 പകലും 4 രാത്രിയും ബ്രഹ്മാവിന്റെ 4 പകലും 4 രാത്രിയും ആയിരുന്നുവെന്നും പ്രപഞ്ചത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ സമയം അവിടെ നിലച്ചുവെന്നും ഗോകുലത്തിൽ മാത്രം സമയം അതിന്റെ വേഗതയിലായിരുന്നുവെന്നും ഒരു കഥ പറയുന്നു. ബ്രഹ്മാജി കൃഷ്ണജിയുടെ പരീക്ഷണമായിരുന്നു ഇത്. അതിനാൽ ഗോകുല വൃന്ദാവനം എന്ന നാട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഈ ശ്ലോകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതാണ്: എന്റെ സൃഷ്ടിപരമായ ശക്തിയായ യോഗമായിലൂടെ ഞാൻ ഈ ലോകത്തിൽ സ്വയം പ്രത്യക്ഷപ്പെടുകയോ അവതാരമെടുക്കുകയോ ചെയ്യുന്നു. അതായത് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെങ്കിലും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും പോലെ, അതായത് എന്റെ സ്വന്തം ഇച്ഛയാൽ ഞാൻ മാറുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ആത്മീയ അർത്ഥം.